നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് രാജീവ് ഗാന്ധി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. അനുസ്മരണ സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി TV ചാർലി, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ എന്നിവർ പങ്കെടുത്തു. ഒരു പുതിയ ഇന്ത്യക്ക് വേണ്ടി ആധുനിക ഇന്ത്യയുടെ ചൂടുകൾ എങ്ങനെയായിരിക്കണം, അത് ഡിജിറ്റൽ രംഗത്തായാലും ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്തായാലും ലോകത്തിനോട് കിടപിടിക്കുന്നതായിരിക്കും നമ്മുടെ ഭാരതം എന്ന് നിശ്ചയിച്ച് അതിനുവേണ്ടി ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനം പ്രധാനമന്ത്രി എന്ന നിലയിൽ നേതൃത്വം കൊടുത്ത വ്യക്തിത്വമായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി. ഇന്ന് അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ഭാരതമായിരിക്കില്ലായിരുന്നു നമ്മുടെ ഭാരതം. ഇന്ന് ഭാരതം എങ്ങോട്ടാണ് കൂപ്പുകുത്തുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അന്യമായി കൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടും ദുരന്തങ്ങളിലേക്ക് വഴിമാറിപ്പോകുമ്പോൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ രാജ്യം മാറുകയാണ്. ഇന്ത്യയിലെ കുത്തകൾക്ക് വേണ്ടി മറ്റു ലോകരാഷ്ട്രങ്ങളോട് ഒത്തുതീർപ്പുണ്ടാക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി രാജ്യത്ത് മാറുന്നു നമ്മൾ കാണുകയാണ്. ദിനംതോറും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ദുസ്സഹമാക്കിക്കൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഓരോ ദിവസവും വാണം പോലെ കുതിച്ചു കയറ്റിക്കൊണ്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില മനുഷ്യർക്ക് താങ്ങാവുന്നതിനും അപ്പുറത്തേക്ക് ആക്കിക്കൊണ്ട് ഈ ലോകത്തിന് ഏറ്റവും ദാരിദ്ര്യമുള്ള രാജ്യമാക്കി സോമാലിയയോടും ആഫ്രിക്കൻ രാജ്യങ്ങളോടും തുല്യമാക്കാനുള്ള മത്സരത്തിലാണ് ശ്രീ നരേന്ദ്രമോദി. അപ്പോഴാണ് രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾ 35 വർഷം മുൻപ് നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കുന്നതിന് പ്രധാന കാരണം. യൂത്ത് കോൺഗ്രസ് ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ മാണാത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അസറുദ്ദീൻ കളക്കാട്ട്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ വിനു ആന്റണി, അജയ് യു മേനോൻ, ഷാർവി എന്നോ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ശ്രീറാം ജയപാലൻ, KSU ജില്ലാ സെക്രട്ടറി ഗിഫ്റ്റ്സൺ ബിജു, ടൗൺ മണ്ഡലം ഭാരവാഹികളായ രഞ്ജിത്ത് ക്രിസ്റ്റോ, സന്തോഷ് ആലുക്കൽ, മനീഷ് എന്നിവർ പങ്കെടുത്തു. പ്രതീക്ഷകളും സ്വപ്നങ്ങളും ജീവിതത്തിലെത്തിപ്പെട്ട ഒരു കറുത്ത ദിനം കൂടിയാണ് ഇന്ന്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35ാം രക്തസാക്ഷിത്വ ദിനമാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയെ ഒരു ആധുനിക ഇന്ത്യയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ഒരു നേതാവാണ് രാജീവ് ഗാന്ധി.
നൂതന സാങ്കേതിക വിദ്യകളിലൂടെ രാജ്യത്ത് 21-ാം നൂറ്റാണ്ടിലെ ഈ കൈപ്പിടിച്ചുയർത്തിക്കൊണ്ട് വളരെ വിപ്ലവകരമായ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ടെലികോം പോലുള്ള സാങ്കേതിക വിദ്യകളിലൂടെ രാജ്യത്തിൻ്റെ വലിയൊരു വളർച്ചയിലേക്ക്, വലിയൊരു കുതിപ്പിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച മഹാത്മാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ പുതുതലമുറയ്ക്ക് വേണ്ടി 18-ാം വയസ്സിൽ വോട്ടവകാശവും മറ്റ് പഞ്ചായത്ത് ബില്ലുകളും മറ്റ് പഞ്ചായത്ത് രാജ് പോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടപ്പാക്കാൻ അദ്ദേഹത്തിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്കും ഈ രാജ്യത്തെ തകർത്തുന്ന എല്ലാ ഭീകര ആക്രമണങ്ങൾക്കുമെതിരെ നമ്മൾ പ്രതിജ്ഞാബദ്ധരായി ശക്തമായി അതിനെതിരൊക്കെ പോരാടാൻ തന്നെയാണ് ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും കടമ. രാജ്യമെന്ന് പറയുന്നത് നമ്മൾ ഒന്നാണ്, ജനങ്ങൾ ഒന്നാണ്, രാജ്യം ഒന്നാണ്. ആ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും പവിത്രതയ്ക്കും വേണ്ടി മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ അതിനെതിരെ വരുന്ന എല്ലാ പ്രതിസന്ധികളും സ്വജീവൻ പോലും ത്യജിക്കുവാൻ രാജീവ് ഗാന്ധി സന്നദ്ധായി പോലെ നമുക്കും എല്ലാവർക്കും നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാനും. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി BEd സോഷ്യൽ സയൻസിൽ 1-ാം റാങ്ക് നേടി ആര്യ സുരേഷ്. കോട്ടയം നെടുങ്കുന്നം SJB കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നുമാണ് ആര്യ പഠനം പൂർത്തിയാക്കിയത്. കോലഴി പട്ടത്തുവീട്ടിൽ സുരേഷിന്റെയും സതീദേവിയുടെയും മകളായ ആര്യ പുല്ലൂർ മുക്കളത്തുപറമ്പിൽ ഗോപകുമാറിന്റെ ഭാര്യയാണ്. ഋഷികേശ് മകനാണ്. ഇരിങ്ങാലക്കുട സേവാഭാരതി വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ ബ്ലൈൻഡ്സ് അസോസിയേഷനിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം മുനിസിപ്പൽ കൌൺസിലർ സ്മിത കൃഷ്ണകുമാർ നിർവഹിച്ചു. സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ കൌൺസിലർ ഗീത പുതുമന, ബ്ലൈൻഡ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മാണിക്യൻ, സേവാഭാരതി വൈസ് പ്രസിഡന്റ് പ്രകാശൻ കൈമാപ്പറമ്പിൽ, സുധാകരൻ, സമീര, ജോയിന്റ് സെക്രട്ടറി ഗോപിനാഥൻ പീടികപ്പറമ്പിൽ, നിർവാഹക സമിതി അംഗങ്ങളായ ഹരികുമാർ തളിയക്കാട്ടിൽ, രജി സുരേഷ് എന്നിവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ സമിതി സെക്രട്ടറി ശൈലജ ഗോപിനാഥൻ സ്വാഗതവും കൺവീനർ ജയശങ്കർ നന്ദിയും പറഞ്ഞു. ഇനി അടുത്ത വർഷം എന്തായാലും ഒരു പുതിയ നയങ്ങൾ കണ്ടെത്തി അതും സേവാഭാരതി സേവന മനോഭാവത്തോടെ എന്തായാലും മറ്റെല്ലാ സേവാ സംഘടനകൾക്കും മാതൃകയായിട്ടാണ് നമ്മുടെ ഇരിങ്ങാലക്കുട സേവാഭാരതിയിലെ ഓരോരോ സേവാ പ്രവർത്തനങ്ങളും അത് കുറേ സുമനസ്സുകളുടെ സഹായത്താലും ഒക്കെ നടത്തി വരുന്നതാണ്. എല്ലാവർക്കും ഇതിൽ സഹായിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്ദിയും പറഞ്ഞതോടൊപ്പം തന്നെ ഈ കുറച്ച് വിദ്യാർത്ഥികളുടെയും സ്കൂൾ തുറക്കുന്നതിനായി കാത്തിരിക്കുകയാണ്. നലിഞ്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്കൂൾ തുറക്കുന്ന കാത്തിരിക്കും. എന്തിനാണ് ഞങ്ങളുടെ കാലത്തെ കാര്യം പറയണ്ട, പുതിയ പുസ്തകത്തിൻ്റെ പല യൂണിയനും പുതിയ ഡ്രസ്സിൻ്റെ ഓരോ കാര്യങ്ങളും കിട്ടുന്നതിന് വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന നാളുകളായിരുന്നു. പക്ഷേ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്കായാലും ഇത്തരം സേവാഭാരതിയായിരുന്നു മറ്റൊരു സ്പോൺസർ ചെയ്തിരിക്കുന്നതിനായിരുന്നു നല്ലൊരു മനസ്സാണ് ഇവൻ ചെയ്യുന്നത്. ഒരു എന്തായാലും മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും ചെന്ന് മനസ്സിലാതെ നമ്മുടെ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിനായാലും കാര്യങ്ങളായാലും എല്ലാവരും നല്ല കുട്ടികളും പ്രവർത്തനന്മാരുമായി തീരണം, നല്ല വ്യക്തികളും കുടുംബമായി തീരണമെന്ന് ആശംസിച്ചുകൊണ്ട് ശ്രീ സംഗമേശാനന്ദ വേദിക് ഫൗണ്ടേഷൻ ശ്രീ രുദ്രപീഠം ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവന്നിരുന്ന ശ്രീലക്ഷ്മി നരസിംഹ ധന്വന്തരി മഹായജ്ഞം സമാപിച്ചു. ചെമ്മണ്ട ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സംഗമേശാനന്ദ സരസ്വതി പീഠാധീശ്വർ സ്വാതി ദേവി മുഖ്യ ആചാര്യയും പ്രശസ്ത തന്ത്രി ശ്രേഷ്ഠൻ സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാടും പത്നി ശ്രീകല ഭട്ടതിരിപ്പാടും യജനാനനും പത്നിയും മാളികപ്പുറം മുൻ മേൽശാന്തി ശംഭു നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനുമായാണ് യജ്ഞം നടന്നുവന്നിരുന്നത്. स्वाहा
ഓം നമോ ഭഗവതേ നൃസിംഹമൂർത്തയേ സ്വാഹ. ഓം നമോ ഭഗവതേ നൃസിംഹമൂർത്തയേ സ്വാഹ. ശ്രീരുദ്ര വേദിക് ഫൗണ്ടേഷൻ, ശ്രീ സംഗമേശാനന്ദ വേദിക് ഫൗണ്ടേഷൻ, ശ്രീരുദ്ര പീഠം. ഇരിങ്ങാലക്കുട AJ's കൊറിയോഗ്രാഫി സംഘടിപ്പിക്കുന്ന മെഗാ ഡാൻസ് ഷോ മെയ് 23 വൈകിട്ട് 6 മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഫൗണ്ടർ ഡയറക്ടർ ഏബിൾ ജോൺ ജോബി, അഡ്മിനിസ്ട്രേറ്റർ സ്വപ്ന ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള കലാപ്രതിഭകൾ പരിപാടിയിൽ പങ്കെടുക്കും. പ്രശസ്ത നടൻ ഗോവിന്ദ് പത്മസൂര്യ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. പ്രശസ്ത വൈദികനും സോഷ്യൽ മീഡിയ വ്യക്തിത്വവുമായ ഫാദർ അജിത് ചിറ്റിലപ്പള്ളി, ബാലതാരം ദുർഗ സി വിനോദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. പ്രോഗ്രാം കോർഡിനേറ്റർ PR സ്റ്റാൻലി, വിദ്യാർത്ഥി പ്രതിനിധികളായ സുദീപ് മേനോൻ, സിയോണ ആന്റോ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ക്യാമ്പ് എന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ ഈ ഡാൻസിൻ്റെ പല പേഴ്സ്പെക്റ്റീവ്സും പല കോൺസെപ്റ്റ്സും ഉണ്ട്. അതായത് നമുക്ക് സ്റ്റേജ് ഷോയിൽ കളിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ റിയാലിറ്റി ഷോയിൽ കളിക്കുന്നുണ്ടാവാം. അതുപോലെയല്ല ഡാൻസിന് ഒരു ഹയർ ഫീൽഡായിട്ടുള്ള ബാറ്റിൽസ് പോവാം. അതുപോലെയല്ല ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട്, ഒരു ഫണ്ണായിട്ടൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ ക്യാമ്പിൽ നമ്മൾ ഏറ്റവും ബേസ് ആയിട്ടുള്ള എൻജോയ്മെൻറ്റ് മുതൽ ഏറ്റവും അഡ്വാൻസ് ലെവലായിട്ടുള്ള ഡാൻസിൻ്റെ വേരിയേഷൻസ് ആണ് നമ്മൾ കുട്ടികളെ ട്രൈ ഔട്ട് ചെയ്യിപ്പിച്ചത്. സോ ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്, അതായത് ഈ 2 മാസത്തെ നമ്മുടെ ഈ ക്യാമ്പിൻ്റെ ഒരു ഫൈനൽ ഔട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു ഷോ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ക്യാമ്പിൻ്റെ തീം എന്ന് പറയുന്നത് അൺലീഷ് യുവർ സെൽഫ് എന്നാണ്. അതായത് നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്തെടുക്കാം. അത് ഡാൻസ് എന്നൊരു രൂപം മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഇതിനെ എങ്ങനെ ഡാൻസിൽ കൂടെ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഒരു മെഗ എനർജി ആക്കി നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു വലിയൊരു കോൺസെപ്റ്റും നമ്മൾ ഇതിൽ കൂടെ നമ്മൾ കൺവേ ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒക്കെ ഒരു ഔട്ട്കമ്മാണ് നമ്മൾ നമ്മുടെ ഷോയിൽ കാണിച്ചു കൊടുക്കുന്നത്. ഈ ഷോയിൽ നിങ്ങൾക്ക് ഡാൻസിൻ്റെ ഈ വെസ്റ്റേൺ ഡാൻസിൽ തന്നെയുള്ള പല ഫോംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് അതോടൊപ്പം തന്നെ നമ്മുടെ തീമായിട്ടുള്ള അൺലീഷ് യുവർ സെൽഫ് എന്നുള്ള തീമിൻ്റെ വലിയൊരു കോൺസെപ്റ്റ് ബേസ്ഡ് ഡാൻസ് കൂടി നിങ്ങൾക്ക് ഇതിൽ എൻജോയ് ചെയ്യാൻ പറ്റും. കൂടാതെ നമ്മുടെ ഈ ഷോയിൽ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള GP ചേട്ടൻ ഗോവിന്ദ് പത്മസൂര്യ, പ്രശസ്ത ഹോസ്റ്റ് ആങ്കറാണ്. അതുപോലെ തന്നെ മൂവീസിലും സജീവമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. സോ ആളാണ് നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.